എന്ത് വ്യക്തി അതിശയം മരുമോനല്ലേ? മരുമോനല്ലെങ്കിൽ അവൻ പറയട്ടെ. ഒരു മരുമോന് ഈ നാട് മുഴുവൻ പറഞ്ഞ് ഈ കാര്യങ്ങൾ മുഴുവൻ ബോധ്യപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ അമിതാധികാരവും അദ്ദേഹത്തിൻ്റെ ധിക്കാരവും അഹങ്കാരത്തെയും കുറിച്ച് തന്നെയാണ് ഞാനീ പറഞ്ഞത്. ബേപ്പൂരിന്റെ ജനമനസ് ആർക്കൊപ്പം? നമുക്കൊപ്പം UDF സ്ഥാനാർത്ഥി PV അൻവർ ചേരുകയാണ്. നല്ല ഉയർന്ന പോളിംഗ് ആണ്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? പ്രതീക്ഷയല്ല, നമുക്ക് 100% ഉറപ്പാണ്. 25,000 കുറയാത്ത വോട്ടിന് 4-ാം തീയതി വെട്ടിപ്പൊളിക്കുമ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി ബേപ്പൂർ ജയിച്ചിരിക്കും. ഈ നാട്ടിലെ വോട്ടർമാർ, ഈ 2-2.5 ലക്ഷം വരുന്ന വോട്ടർമാർ കഴിഞ്ഞ 19 വർഷമായി അവർ വഞ്ചിക്കപ്പെടുകയായിരുന്നു എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അടിസ്ഥാന വികസന സൗകര്യങ്ങൾ അത് ജനങ്ങളിൽ ഞങ്ങൾ ചർച്ചയാക്കാനും അതിൽ ഇവർ നടത്തിയ പൊള്ളത്തരങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും സാധിച്ചു. അത് തന്നെയാണ് ഈ വിജയത്തിൻ്റെ രഹസ്യം. അവന്മാർ കുറച്ച് വോട്ട് പിടിക്കും, കാരണം ആ വോട്ട് കൊണ്ടൊന്നും നമ്മളെ തള്ളിയിടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അവന്മാർ വഴി ജയിക്കാൻ കഴിയുമെന്നുള്ള അദ്ദേഹം നോക്കി. നേർക്കുനേരല്ല, പോരാട്ടമല്ലല്ലോ, എല്ലാം വളഞ്ഞ വഴിയാണല്ലോ, എല്ലാം വളഞ്ഞ വഴിയാണ്. ഇതുവരെ ഇവിടെ നടത്തിയ ജനങ്ങളെ പറ്റിച്ചതും ജനങ്ങളെ വിഡ്ഢികളാക്കിയതും ഇവിടെ ലൈറ്റ് ഇട്ടതും പെയിൻ്റ് അടിച്ചതും ജനങ്ങളെ ഫൂളാക്കിയതും ഒക്കെ ആ ഒരു മാസ്മരികതയാണ്. പുള്ളിൻ്റെ ഒരു കഴിവ് അതിലാണ്, മാസ്മരികത. മനസ്സെല്ലാം തിളക്കം മാറുന്നതായിരിക്കും, അടിയിൽ ചെന്ന് നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല. അത് ഞങ്ങൾ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട് ഇവിടെ, അതിവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ അതേ വഴി, അതേ വളഞ്ഞ വഴി. വ്യക്തി അധിക്ഷേപം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു മണ്ഡലം കൂടിയാണിത്. എന്ത് വ്യക്തി അധിക്ഷേപം? മരുമോനല്ലേ? മരുമോനല്ലെങ്കിൽ അവൻ പറയട്ടെ. ഒരു മരുമോന് ഈ നാട് മുഴുവൻ പറഞ്ഞ് ഈ കാര്യങ്ങൾ മുഴുവൻ ബോധ്യപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ അമിതാധികാരവും അദ്ദേഹത്തിൻ്റെ ധിക്കാരവും അഹങ്കാരത്തെയും കുറിച്ച് തന്നെയാണ് ഞാനീ പറഞ്ഞത്. അതൊരു വസ്തുതയല്ലേ? അല്ലെങ്കിൽ 4.5 കോടി രൂപക്ക് ഇവിടെ ഫൈനാൻസ് ക്ലിയറൻസ് കൊടുക്കും. ഒരു റെസ്റ്റ് ഹൗസ് നന്നാക്കാൻ 4 മുറിയിൽ പൂരം നടത്താൻ 24 കോടി റുപ്യ കൊടുക്കുക. സർക്കാർ 5 പൈസ ഗതിയില്ലാതെ ഞങ്ങൾ നടക്കുന്നതാണ്. ആശുപത്രിയിൽ കൊടുത്തിട്ടില്ല, മെഡിക്കൽ കോളേജിൽ കൊടുത്ത മെഷീനും മരുന്നും ഇവിടുത്തെ മരുന്ന് കമ്മികൾ തിരിച്ചെടുത്തുകൊണ്ട് പോകാം പണം കൊടുക്കായിട്ട്. സംസ്ഥാനത്ത് എങ്ങനെയാണ് ഒരു UDF തരംഗമുണ്ടോ? ആഞ്ഞടിക്കണം, ആഞ്ഞടിക്കും. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 100 സീറ്റാണ്. ഞാൻ കഴിഞ്ഞ 6 മാസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന 110 സീറ്റിന് മുകളിൽ പോകുന്നതാണ്. അത് നമുക്ക് 4-ാം തീയതി കാണാം. അഡ്രസ് ഉണ്ടാവില്ല. ബേപ്പൂരിലെ വലിയ വിജയം ഞാൻ പറഞ്ഞില്ല. എന്ത് പിന്നിൽ നിങ്ങൾക്ക് സംശയം? ഈ മനുഷ്യന്മാരൊക്കെ എന്ന് തുടങ്ങിയ പണിയാണ്. 25,000 കുറഞ്ഞ് ഞാൻ നേരെ ഉൾട്ടാൻ വരും. അങ്ങനെ ഉൾട്ടാ 28,000 വോട്ട് എഴുതുന്നുണ്ടായിരുന്നു. ആ വോട്ട് നേരെ ടേൺ ഔട്ടാണ്. 28,000 വോട്ട് മറിയാൻ ആകെ 15,000 വോട്ട് മറിഞ്ഞാൽ മതി. 13,800 വോട്ട് മറിഞ്ഞാൽ അത് നേരെ ഡബിൾ എഫക്റ്റായി 28,000 പോയി. കേരളത്തിൽ അടിക്കുന്ന കൊടുങ്കാറ്റാണെങ്കിൽ ബേപ്പൂരിലടിച്ച സുനാമിയാണ്. സുനാമി എവിടുന്ന വരെ? കടലിനല്ലേ? അല്ലേ? ആ കടലിന്റെ പക്കത്തിൽ ഇലക്ഷൻ നടന്നത്. അത് തീർച്ചയായിട്ടും സംഭവിക്കും. ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആഘോഷത്തിന്റെ പരിപാടിയാണ് പോലും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഇൻ്റെ അടുത്ത് കാശില്ലാതെ ഞാൻ പറഞ്ഞു. അത് അവരെന്നെ എന്താ പറയുക, യൂത്ത് റെഡിയായി നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് PV അൻവർ ഉള്ളത്. 25,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ബേപ്പൂർ വിജയിക്കും എന്ന് തന്നെ അദ്ദേഹം ഉറപ്പിക്കുന്നു. കോഴിക്കോട് നിന്ന് ജിജീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.